ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് പ്രൂവ് ദാറ്റ് √5 ഈസ് ഇറാഷണൽ നമ്പർ എന്നുള്ളത്. ഇവിടെ നമുക്കറിയാം നമ്മൾ ഇങ്ങനത്തെ ഒരു ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മളൊരു കോൺട്രഡിക്ഷൻ രൂപത്തിലാണ് ഇത് പ്രൂവ് ചെയ്യണത്. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ √5 ഈസ് ഇറാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ലെറ്റസ് അസ്യൂം ദാറ്റ് അസ്യൂം ചെയ്യും എന്താണ് ഇത് തിരിച്ചെടുക്കും. അസ്യൂം ദാറ്റ് √5 ഈസ് എ റാഷണൽ എന്ന് എടുക്കണം. അപ്പൊ ഇതേ മോഡൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഇത്രയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ലെറ്റസ് അസ്യൂം ദാറ്റ് ദെൻ √5 ഈസ് എ റാഷണൽ നമ്പർ എന്ന് എടുക്കണം. √5 റാഷണൽ നമ്പർ ആണെങ്കിൽ എങ്ങനെ എഴുതാം മക്കളെ? അതിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റും. എ റാഷണൽ നമ്പർ ഈസ് ദ ഫോം ഓഫ് P/Q വെയർ P ആൻഡ് Q ആർ എന്താണ് ഇൻറ്റിജേഴ്സ്, Q നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ √5 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? P/Q ഫോമിൽ എഴുതണം. ദെൻ അതിനകത്ത് Q ഒരിക്കലും നോട്ട് ഈക്വൽ ടു 0 ആകും. ഇതാണ് റാഷണൽ നമ്പറിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ √5 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം എന്ന് എഴുതണം. റാഷണൽ നമ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും √5 ഈക്വൽ ടു P/Q എന്ന് എഴുതാം. Q നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇവിടെ നമുക്ക് P ആൻഡ് Q ആർ കോപ്രൈം എന്ന് എഴുതാം. P ആൻഡ് Q ആർ കോപ്രൈം. എന്താണ് കോപ്രൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിനകത്തും Pക്കകത്തും Qവിനകത്തും കോമൺ നമ്പർ ഒന്നും ഇല്ല എങ്കിൽ അങ്ങനത്തെ നമ്പറിനെയാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ P ആൻഡ് Q ആർ കോപ്രൈം എന്ന് എഴുതാം. അപ്പൊ ദാറ്റ് ഈസ് √5 ഈക്വൽ ടു P/Q. അതിനകത്ത് ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇനി നോക്കിക്കേ, ഈ Q നേരെ ഇങ്ങോട്ട്, ഈ സ്റ്റെപ്പ് നന്നായി പഠിച്ചു വെക്കണം കേട്ടോ. ഈ Q നേരെ ഇങ്ങോട്ട് പ്രോഡക്റ്റ് ചെയ്ത് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു √5 ഇൻറ്റു Q ഈക്വൽ ടു P വരും. ദെൻ ഇതിനെ നമ്മൾ രണ്ട് സൈഡിലും ഒന്ന് സ്ക്വയർ ചെയ്യണം. അപ്പൊ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ 5 വരും. Qന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ Q സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു Pയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ P സ്ക്വയർ വരും. രണ്ട് സൈഡിലും എന്താ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും നമ്മളൊന്ന് സ്ക്വയർ ചെയ്തു. അപ്പൊ നമുക്ക് 5Q² ഈക്വൽ ടു P സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? P സ്ക്വയർ ഈക്വൽ ടു 5Q² എന്ന് എഴുതാം. ഇനി നോക്കിക്കേ, P സ്ക്വയർ ഇൻറ്റു നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ എഴുതുമ്പോൾ ആ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിയ അതിന് നിസ്സാരമായിട്ട് അതിനെക്കൊണ്ട് നിശേഷം ധരിക്കാൻ പറ്റും അല്ലേ? അപ്പൊ ഇവിടെ നോക്കാം, ഇപ്പൊ നമ്മളൊരു നമ്പറാണ് 25 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം റിമൈൻഡർ ഇല്ലാതെ. കാരണം എന്താ? ഇതിനെ നമുക്ക് 5 ഇൻറ്റു 5 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇപ്പൊ 6 ഇൻറ്റു 5 എന്ന് എഴുതാവുന്ന ഒരു നമ്പറിനെ നമുക്ക് നിശേഷം എന്തുകൊണ്ട് കരിക്കാം? 6 കൊണ്ട് കരിക്കാം അല്ലേ? അപ്പൊ ഏതൊരു നമ്പറും ഏതിൻ്റെയെങ്കിലും പറയുന്ന നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ആ നമ്പർ കൊണ്ട് അതിനെ നമുക്ക് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 6 ആണ്. അപ്പൊ ഈ ഒരു നമ്പറിനെ 6 കൊണ്ട് നമുക്ക് ഡിവിസിബിൾ ബൈ 6 ആണ്. അപ്പൊ അതുപോലെ തന്നെയാണ് P സ്ക്വയർ ഈക്വൽ ടു 5Q² എന്ന് എഴുതാം അല്ലെ? അപ്പൊ therefore P സ്ക്വയർ ഈസ് ഡിവൈഡ് 5. therefore P ഡിവൈഡ്സ് 5. P സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ടും എന്തായാലും PA നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും P ഈസ് ഈക്വൽ ടു 5ന്റെ മൾട്ടിപ്പിൾ ആണ് 5 ഇൻറ്റു M എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് എഴുതാം. ദാറ്റ് ഈസ് P ഈക്വൽ ടു 5M എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1ലേക്ക് ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതുപോലെ തന്നെ Q മൾട്ടിപ്പിൾ ഓഫ് 5 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എല്ലാം ഇതേ മോഡലിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ P ഈസ് ഈക്വൽ ടു √5Q അല്ലേ മക്കളെ? അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ Pയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. P ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയേക്കണം? 5M. അത് എമ്മിന്റെ സ്ഥാനത്ത് C എഴുതാം, P എഴുതാം. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് വേണമെങ്കിൽ ലെറ്റർ കൊടുക്കാം. പിന്നെ ഒരു മൾട്ടിപ്പിൾ എന്ന മീനിങ് വരാൻ പാകത്തിന് നമ്മൾ M കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു √5Q വരും. ഇനി ഇവിടെയും നമ്മൾ രണ്ട് സൈഡിലും അങ്ങ് സ്ക്വയർ ചെയ്യണം. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും സ്ക്വയറിങ് ചെയ്യാം. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? ഇവിടെ 25M സ്ക്വയർ വരും. കാരണം 5ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25 വരും. എമ്മിന്റെ സ്ക്വയർ M സ്ക്വയർ വരും. ഇവിടെ വരുമ്പോൾ അത് √5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? √5 ഇൻറ്റു എന്താ വരുന്നത്? √5 ഇൻറ്റു √5 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വരും. അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പൊ √5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 വരും. ഇപ്പൊ √3 ആണെങ്കിൽ √3 ഇൻറ്റു √3 വരില്ലേ? അപ്പൊ രണ്ട് സ്ക്വയർ റൂട്ടിൽ നിന്ന് ഒരു നമ്പർ നമുക്ക് ഔട്ട്സൈഡ് ബ്രാക്കറ്റ് എടുക്കാം. അപ്പൊ ഇവിടെ 5 ഇൻറ്റു Q² എന്ന് വരും. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 25M² ഈക്വൽ ടു 5Q² ആയി. അപ്പൊ ഈ 25 കൂടെ വെട്ടിപ്പോവും. അപ്പൊ Q² ഈക്വൽ ടു 5M² എന്ന് വരും. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 വരും. അപ്പൊ ഇവിടെ നോക്കിക്കേ, Q² എന്തിന്റെ മൾട്ടിപ്പിൾ ആയി? 5ന്റെ മൾട്ടിപ്പിൾ ആയില്ലേ? therefore Q² ഈസ് ഡിവൈഡ്സ് 5 അല്ലെങ്കിൽ Q² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. therefore Q ഡിവൈഡ്സ് എന്ത് വരും?
ഡിവൈഡ്സ് 5. therefore നമുക്ക് എന്ത് എഴുതാൻ പറ്റും? p and q. അപ്പൊ ക്യൂവിനെയും ഡിവൈഡ് 5 ആണ്, p യെയും ഡിവൈഡ് 5 ആണ് അല്ലെ. അപ്പൊ 5 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് p and q ആയില്ലേ. therefore 5 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് ഇത് പോസിബിൾ ആണോ? നമുക്ക് എന്താ പറഞ്ഞേക്കണേ? പി ആൻഡ് ക്യൂവിനകത്ത് ഒന്നും കോമൺ ഫാക്ടർ കാണരുത്. കാരണം പി ആൻഡ് ക്യൂ ആർ കോപ്രൈം എന്നാണ് നമ്മൾ എടുത്തേക്കണേ. ഇത് കോൺട്രഡീഷൻ അല്ലേ? വിച്ച് ഇസ് എ കോൺട്രഡീഷൻ. ഇത് നമ്മൾ പറഞ്ഞേക്കണേ അസംഷൻ. ഈ ലാസ്റ്റ് സെന്റൻസ് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ മക്കളെ. വിച്ച് ഇസ് എ കോൺട്രഡീഷൻ. therefore അവർ അസംഷൻ ഈസ് റോങ്. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ പഠിച്ചെഴുതും. അവർ അസംഷൻ ഈസ് റോങ്. അസംഷൻ എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് therefore എന്ത് പറയാൻ പറ്റും? √5 ഈസ് എ ഇറാഷണൽ നമ്പർ. √5 ഈസ്. അതുകൊണ്ട് നമുക്ക് √5 ഇറാഷണൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റും. 10th CBSE കുട്ടികൾക്കായിട്ടുള്ള നെക്സ്റ്റ് ഇയർ ക്ലാസ്സുകൾ ക്ലാസ് ഓറയിൽ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഹാഫ് അവർ ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഉൾപ്പെടെ മന്ത്ലി 500 rupees ആണ് വരുന്നത്. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.